റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഇനിയും പുതുവർഷത്തിന് ഇത്രയ്ക്കുള്ള ദിവസങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ. എല്ലാവരും ഭയങ്കര തീരുമാനങ്ങൾ എടുക്കുന്ന മാസങ്ങളും ദിവസങ്ങളും വർഷങ്ങളും ഒക്കെയാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, തുടക്കം തന്നെ അനുഗ്രഹമാണെങ്കിൽ വെൽ ബിഗൺ ഹാഫ് ഡൺ എന്നാണ്. നല്ലൊരു തുടക്കം അത് പറ്റുന്നത് ജാനുവരിയിലാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാൻ ദൈവത്തോടുകൂടെ ഇരിക്കും, പ്രാർത്ഥനയിൽ ഞാൻ സമയം ചെലവഴിക്കും. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരാളെ മുറിവേൽപ്പിക്കത്തില്ല. ഒരു സമാധാനം എൻ്റെ ജീവിതത്തിൽ വേണം. വേദപുസ്തകത്തിലെ ഒരു ഒബദ്യാവ് എന്ന് പറഞ്ഞൊരു മനുഷ്യനോട് പറയുന്നുണ്ട്. ജിസബേൽ എന്ന് പറയുന്ന ആ സ്ത്രീയെ, ആഹാബിൻ്റെ ഭാര്യ, പ്രവാചകന്മാരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുമ്പോൾ 50 പേര് വീതം അവരെ ഗുഹയിൽ ഒളിപ്പിച്ച് അവർക്ക് ഭക്ഷണവും ആഹാരവും കൊടുക്കുന്ന, അപ്പവും വെള്ളവും കൊടുക്കുന്ന ഒരു ഒബദ്യാവ് സഹായപരമാണ്. താൻ വലിയ പ്രസംഗങ്ങളൊന്നും താൻ നടത്തിയിട്ടില്ല, പക്ഷേ താനെ വേദപുസ്തകത്തിൽ അങ്ങനെയുണ്ട്. ശൗലെന്ന് പറയുന്ന പൗലോസ് ആദ്യം ദൈവജനത്തെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നതാണ് പൗലോസ്. പക്ഷേ ആ പൗലോസിനെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. വചനത്തിൻ്റെ വാതിലുകളെ തുറന്നിരുന്ന് പരിശുദ്ധമാണ് നന്ദി പറയുന്നു. ആ തിരിച്ചു വരുമ്പോൾ താൻ മുൻപേ സഭയെ മുടിച്ചവനാണ്, ഉപദ്രവിച്ചവനാണെന്ന് പറഞ്ഞു ജനങ്ങൾ ഭയപ്പെട്ടിരിക്കുമ്പോൾ പൗലോസിനെ മുമ്പിൽ കൊണ്ടുവന്ന്, ഇവനെ ദൈവം തൊട്ടു, ഇവൻ രൂപാന്തരപ്പെട്ടു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലെന്ന് പറഞ്ഞൊരു ബർന്നബാസ് വേദപുസ്തകത്തിലുണ്ട്. സപ്പോർട്ട് ചെയ്യുമ്പോൾ നാം എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഞാൻ ഇന്ന് ഈ ലെവലിൽ ദൈവം എന്നെ ഒരു സുവിശേഷനല്ല, ഞാൻ ആയിരിക്കുന്നിടത്ത് ഒത്തിരി ആയെന്നല്ല, ആയിടത്ത് അനവധി പേരുടെ പ്രാർത്ഥനയും അനവധി പേരുടെ കരങ്ങളും, അല്ലെങ്കിൽ അനവധി പേരുടെ സപ്പോർട്ട് ചെയ്യുന്ന കരങ്ങൾ, അല്ലെങ്കിൽ ഒന്ന് പുഷ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. അവരെല്ലാം ഞാൻ ഹൃദയത്തിൽ നമിക്കുന്നു. ദൈവം എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ ഓർക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. ഈ പുതുവർഷം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നവർ, പ്രബോധന പുത്രൻ എന്നാണ് ബർന്നബാസിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ എൻകറേജ് ചെയ്യുന്ന വ്യക്തിയാകാമെങ്കിൽ നമുക്കും സമാധാനം, സന്തോഷം തീർച്ചയായിട്ടും അതാണ് ഈ ക്രിസ്മസ് ദിനങ്ങളിൽ അല്ലെങ്കിൽ ഈ പുതുവർഷങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറഞ്ഞാൽ അതാണ്. ദൈവം അനുഗ്രഹിക്കും.